ഹലോ ഫ്രണ്ട്സ്, ഞാൻ നഴ്സ് ആഷ്ലി. മമ്മി നഴ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭകാലത്ത് സ്കാനിംഗ് റിപ്പോർട്ടിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെന്നോ കൂടുതലാണെന്നോ കേൾക്കുമ്പോൾ അമ്മമാർക്ക് വലിയ ആശങ്കയാണ്. ഇതിനിടയിൽ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്: സിസ്റ്റർ, ഞാൻ വെള്ളം ഒരുപാട് കുടിച്ചാൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് അമിതമായി കൂടുമോ? അതുകൊണ്ട് വെള്ളം കൂടി കുറയ്ക്കണമോ എന്നൊക്കെ. ഗർഭകാലത്ത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രീയമായ ചില വസ്തുതകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ എന്താണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് നോക്കാം. ഗർഭപാത്രത്തിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചമാണിത്. കുഞ്ഞിന് പരിക്കേൽക്കാതെ നോക്കാനും അവയവങ്ങളുടെ വളർച്ചയ്ക്കും കൃത്യമായ താപനില നിലനിർത്താനുമൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. ഗർഭാവസ്ഥയുടെ ആദ്യ പകുതിയിൽ അമ്മയുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശമാണ് ഈ ഫ്ലൂയിഡ് നിർമ്മിക്കുന്നത്. എന്നാൽ ഒരു 5-ാം മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് ഈ വെള്ളം കുടിക്കുകയും അത് മൂത്രമായി പുറന്തള്ളുകയും ചെയ്യും. ഈ മൂത്രമാണ് പിന്നീട് അമ്നിയോട്ടിക് ഫ്ലൂയിഡായിട്ട് മാറുന്നത്. അതായത് കുഞ്ഞ് തന്നെ ഇത് കുടിക്കുകയും മൂത്രമൊഴിച്ച് ഇത് റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അളവ് കൃത്യമായി നിലനിർത്തുന്നത് കുഞ്ഞിൻ്റെ ശരീര സംവിധാനങ്ങളാണ്. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഒരുപാട് വെള്ളം കുടിച്ചാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അമിതമായി കൂടുമോ? ഒരിക്കലുമില്ല. നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം കാരണം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് അപകടകരമായ രീതിയിൽ കൂടില്ല. യഥാർത്ഥത്തിൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴാണ് പലപ്പോഴും അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത്. ഈ സമയത്ത് ഡോക്ടർമാർ അമ്മമാരോട് ധാരാളം വെള്ളം കുടിക്കുവാൻ നിർദ്ദേശിക്കാറുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് വഴി ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയാതെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആവശ്യത്തിലധികം വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം ഈ അളവ് ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിക്കില്ല. കാരണം ബാക്കി വരുന്ന വെള്ളം അമ്മയുടെ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ചില ഗർഭിണികൾ അമിതമായി അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കാണുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രധാനമായിട്ടും ചില മെഡിക്കൽ കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹം. അമ്മയ്ക്ക് ഷുഗർ കൂടുമ്പോൾ കുഞ്ഞിന് കൂടുതൽ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നും. ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂട്ടാം. രണ്ടാമതായി, കുഞ്ഞിൻ്റെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. കുഞ്ഞിന് വെള്ളം കൃത്യമായി വിഴുങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടാം. 3, ഇരട്ട കുട്ടികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ ഈ അവസ്ഥ വരാം. അതുകൊണ്ട് നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് കണ്ടാൽ അതിന് കാരണം നിങ്ങൾ വെള്ളം കുടിച്ചതുകൊണ്ടല്ല, മറിച്ച് മുകളിൽ പറഞ്ഞ എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതിന് കൃത്യമായ ചികിത്സയാണ് വേണ്ടത്. ചുരുക്കത്തിൽ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുമെന്ന് പേടിച്ച് ഒരു ഗർഭിണിയും വെള്ളം കുറയ്ക്കരുത്. ദിവസവും 2-2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. ഇത് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.